ഒരു സന്ദർഭത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇപ്പൊ ഒരു ഓണത്തിന്റെയൊക്കെ സമയമായി വരുവാണ്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ആഘോഷ സമയങ്ങളിലൊക്കെയാണ്. അതിന് ചാച്ചിയുടെ കയ്യിൽ വല്ല തെളിവുണ്ടായിട്ട് വേണ്ടേ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാൻ. രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരുമോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ 1-2 ദിവസമായിട്ട് ഒരുപാട് ആളുകൾ എനിക്ക് ഡി എമ്മിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, DM ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. അതിനകത്ത് കുട്ടികളുണ്ട്, മുതിർന്ന ആളുകളുണ്ട്, അമ്മമാരുണ്ട്. ചേട്ടാ, രാഹുലിൻ്റെ അപ്ഡേഷൻ എന്തെങ്കിലും ഉണ്ടോ? രാഹുൽ തിരിച്ചു വരുമോ? അതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് രാഹുൽ ആണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. അതുപോലെ അമ്മമാർ, മോനെ രാഹുലിനെ പറ്റിയിട്ട് എന്തെങ്കിലും അപ്ഡേഷൻ കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അറിയാം, നമ്മൾ ഒരുപാട് രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. രാഹുലിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം. ഓക്കെ, അപ്പം ഞാനിവിടെ ഒരു പോസ്റ്റ് വയ്ക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിലേക്കുള്ള മടങ്ങിവരവ്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കോൺഗ്രസിലേക്കുള്ള മടങ്ങിവരവ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് അടിക്കണം. എത്ര ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാനാണ്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം രാഹുലിനെ പറ്റിയിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. രാഹുൽ തിരിച്ചു വരുന്നതാണ് നല്ലതാണോ പ്രസ്ഥാനത്തിന്, അതോ പ്രസ്ഥാനത്തിന് പുറത്തിങ്ങനെ നിൽക്കുന്നതാണോ എന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ എല്ലാ ആളുകളും, വീഡിയോ കാണുന്ന ആളുകളെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള പുതിയ അപ്ഡേറ്റൊക്കെ കിട്ടുമ്പോഴത്തേക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ പങ്കുവയ്ക്കും രാഹുലുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഫോളോ ചെയ്ത് വെക്കുക ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ. ഓക്കെ, അപ്പം ഞാനിവിടെ ഒരു പോസ്റ്റ്, അതിൻ്റെ കൂടെ തന്നെ ഒരു പോസ്റ്റ് ഉണ്ട്. സഫീർ അലി എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരി ഇട്ടേക്കുന്ന പോസ്റ്റാണ്. ഒരു വ്യക്തിയുടെ മടങ്ങി വരവ് ഇത്രത്തോളം ചർച്ചയാകണമെങ്കിൽ എതിരാളികൾ അയാളെ എത്രത്തോളം ഭയക്കുന്നുണ്ട് എന്ന് ഊഹിക്കാമല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും കളത്തിലിറങ്ങുമ്പോൾ ആവേശത്തിലാകുന്നത് കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല, മറിച്ച് അദ്ദേഹത്തെ ഭയക്കുന്ന CPM കേന്ദ്രങ്ങൾ കൂടിയാണ്. ഇതുവരെ നേരിട്ടതിനെല്ലാം പലിശ സഹിതം മറുപടി നൽകാൻ രാഹുൽ എത്തുമ്പോൾ പലർക്കും അടിപതറും എന്ന് ഉറപ്പാണ്. ഈ രാഹുൽ ഇപ്പം പ്രസ്ഥാനത്തിന് പുറത്തല്ലായിരുന്നെങ്കിൽ പാലക്കാട് നിന്ന് മത്സരിച്ച് ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ച് ഇന്ന് നിയമസഭയിൽ ഇരിക്കേണ്ട ഒരു മന്ത്രി ആവേണ്ട ഒരു മുതൽ തന്നെ ആയിരുന്നു. അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷെ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് G. സുധാകരൻ വലിച്ചേറി എല്ലാത്തിനും ഒട്ടിക്കുന്നതും, അതുപോലെ ചാമക്കാലയുടെ ഇതുപോലെ സ്പീച്ചും എല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, അപ്പം ഇവരുടെയൊക്കെ കൂടെ രാഹുലും കൂടെ ആ നിയമസഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നേനെ. സത്യം പറഞ്ഞാൽ അടിപൊളിയായനെ, തീ പാറിയനെ, ഒരു രക്ഷയുമില്ലാത്ത രീതിയിൽ വായടപ്പിച്ച് വിട്ടേനെ. അപ്പോൾ എന്തായാലും രാഹുലിൻ്റെ തിരിച്ചുവരവ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. രാഹുലിൻ്റെ തിരിച്ചുവരവിനെ പറ്റിയിട്ട് ഇതുവരെ എനിക്കൊരു വിവരം കിട്ടിയിട്ടില്ല. പിന്നെ പല സ്ഥലങ്ങളിലും പലതിലും ഞാൻ കാണുന്നുണ്ട് രാഹുൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആവും എന്നൊക്കെ. അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഇതുവരെ ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. രാഹുൽ യൂത്ത് കോൺഗ്രസിലേക്ക് തിരിച്ചു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരും, രാഹുൽ ഇനി യൂത്ത് കോൺഗ്രസ് സ്ഥാനം കൊണ്ടുപോകും, പ്രസിഡന്റ് സ്ഥാനം കൊണ്ടുപോകും എന്നൊക്കെ പറയുന്നത് അതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം രാഹുൽ ഇനി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആവാൻ ചാൻസ് ഇല്ല. കാരണം പുള്ളി അത് ഒരുപാട് നാൾ കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിൽ നിന്നാണ് രാഹുൽ പാലക്കാട് MLA വരുന്നത്. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് തിരിച്ചു രാഹുലിനെ വിടത്തില്ല. പക്ഷെ വന്നാലും രാഹുലിന് MLA സ്ഥാനം കൊടുക്കുകയോ അല്ലെങ്കിൽ നല്ലൊരു പദവി തന്നെ രാഹുലിന് കൊടുത്ത് പാർട്ടി തിരിച്ചെടുക്കുക തന്നെ ചെയ്യും. വേറൊന്നുമല്ല, രാഹുലിൻ്റെ വിഷയത്തിൽ സുപ്രീം കോടതി എന്നുള്ളൊരു വാർത്തയൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. രാഹുലിന് ജാമ്യം അനുവദിച്ച് 18 ദിവസം പുള്ളിയെ കൊടും ഭീകരനെ പോലെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിട്ട് കോടതി എന്നുള്ള വിധി നമ്മൾ കണ്ടതാണ്. ഞാനെന്തായാലും ആ ഒരു വാർത്ത, ചിലപ്പം ഇത് വിശ്വസിക്കാത്ത, ഇത് അറിയാത്തവർ ഒരുപാട് ആളുകൾ കാണും. കോടതി എന്ന് പറഞ്ഞേക്കുന്ന ഒരു വാർത്ത ഞാനിവിടെ നിന്ന് വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുകയാണ്. പരാതിക്കാരിയുമായുള്ള ബന്ധം പരസ്പര സമ്മതത്തോടെ എന്ന കോടതിയുടെ പരാമർശം. ഇത്തരം ബന്ധങ്ങൾ രാഹുലിനാവാമെന്നും കോടതിയുടെ നിരീക്ഷണം പറയുന്നു. വിശദാംശങ്ങളുമായി PS വിമലാണ് ചേരുന്നത്. വിമൽ, ഈ FIR വായിച്ചതിന് ശേഷമുള്ള കോടതിയുടെ പരാമർശങ്ങൾ എന്തൊക്കെയാണ്? നിമിഷ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 1ാം ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ ഹൈക്കോടതി പരിഗണിക്കുന്നത്. ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ബെഞ്ചിൽ ഇപ്പോഴും വാദം തുടരുകയാണ്. പ്രോസിക്യൂഷനാണ് ഇന്ന് പ്രധാനമായും വാദം ഉന്നയിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആണ്, ഏറെ സ്വാധീനമുള്ള ആളാണ്. ഇത് മാത്രമല്ല, നേരത്തെയും ഇത്തരത്തിലുള്ള ക്രിമിനൽ കേസുകൾ രാഹുലിനെതിരെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണ് എന്നാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും കോടതിയിൽ വാദിച്ചത്. എന്നാൽ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ്, അതായത് ഈ അതിജീവിതയുടെ മൊഴി വായിച്ചതിൽ നിന്നും ഈ ബന്ധം, ഈ രാഹുൽ മാങ്കൂട്ടത്തിലും പരാതിക്കാരിയും തമ്മിലുള്ള
തമ്മിലുള്ള ബന്ധം ഒരു പരസ്പര സമ്മതത്തോടു കൂടിയുള്ളതാണെന്നാണ് മനസ്സിലാക്കുന്നതെന്നാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് നിരീക്ഷിച്ചത്. ഒരു വ്യക്തിക്ക് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള എത്ര ബന്ധം വേണമെങ്കിലും ആകാം. അതിൽ നിയമപരമായി യാതൊരു തെറ്റുമില്ല. ധാർമ്മികമായും തെറ്റ് പറയാൻ സാധിക്കില്ല. കാരണം രാഹുൽ ഒരു അവിവാഹിതനായ പുരുഷനാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുൻകാല കേസുകൾ ഉണ്ട് എന്ന വാദം നിലനിൽക്കില്ലെന്നാണ് കോടതി ഇപ്പോൾ പരാമർശിച്ചിട്ടുള്ളത്. കാരണം ഇത് ഒന്നാമത്തെ FIR ആണ്. ഇതിനു മുൻപ് FIR-കളൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല. മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഒരു കേസിലും ഇതുവരെ അന്വേഷണം പൂർത്തിയായിട്ടുമില്ല. അതുകൊണ്ട് തന്നെ കുറ്റപത്രം നൽകാത്ത സാഹചര്യത്തിൽ മുൻകാല കുറ്റകൃത്യം പരിഗണിക്കാനാകില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും പരാതിക്കാരിയുമായുള്ള ബന്ധം പരസ്പര സമ്മതത്തോടു കൂടിയുള്ളതാണെന്ന് രാഹുലിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ S. രാജീവ് കോടതിയിൽ വാദിച്ചു. ഒപ്പം തന്നെ രാഹുൽ ഒളിവിൽ പോയിരുന്നില്ലെന്നും അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. എന്നാൽ രാഹുൽ ഒളിവിലായിരുന്നില്ലേ എന്ന് കോടതി ചോദിച്ചു. എന്തായാലും വാദം ഇപ്പോഴും ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തുടരുകയാണ്. നിമിഷ്, ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെയാണ് കോടതിയുടെ പരാമർശങ്ങൾ വരുന്നത്. ഇതിൽ PS വിമൽ തുടരുന്നുണ്ട്. വിമൽ, ഇതിലിപ്പോൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇപ്പോൾ രാഹുലിന്റെ മൂന്നാം പരാതിയിൽ ഒരു ജാമ്യം കിട്ടിയ പശ്ചാത്തലത്തിൽ കൂടി നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ കൃത്യമായി പറയുന്നുണ്ട് പരാതിക്കാരിയുമായി പിന്നീടും ഈ പീഡനശേഷവും പരാതിക്കാരി രാഹുലുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, സാമ്പത്തിക ഇടപാടുകളടക്കം. ഓക്കെ, കണ്ടല്ലോ കോടതി പറഞ്ഞേക്കുന്ന എന്താണ്? രാഹുലിന് 18 ദിവസം രാഹുൽ ജയിലിൽ കിടന്നിട്ടുള്ള രാഹുലിനെ കോടതി ജാമ്യം നൽകിയ പുറത്ത് വിട്ടേക്കുന്നത്, ജാമ്യം നൽകി അനുവദിച്ചേക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പരസ്പര സമ്മതത്തോടു കൂടി ഉള്ളത് കുറ്റകരമല്ല, ഉഭയകക്ഷി സമ്മതപ്രകാരം എന്ന് പറയും. പക്ഷെ ബലാത്കാരമാണെങ്കിൽ ഓക്കെ, ഇവിടെ ബലാത്കാരമെന്ന് എവിടെയും രാഹുലിനെതിരെയുള്ള പരാതിയിൽ പോയിട്ടുമില്ല. ഓക്കെ, അപ്പം അതൊക്കെ കോടതിയിൽ തെളിഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, ഇനി ഞാനിവിടെ ഒരു റിനിയുടെ 1-2 ക്ലിപ്പ് ഞാൻ വെച്ച് തരാം. റിനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റിനി ഇപ്പം കേരളത്തിലുള്ള എല്ലാ ചാനലുകൾക്കും ഇൻ്റർവ്യൂ കൊടുത്തിട്ട് ഇനിയിപ്പം വേറെ ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ കയറി പോയിട്ടുണ്ട്. അത് ഒരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം അതിനെ പറ്റിയിട്ട്. ആളുകളൊക്കെ അറിഞ്ഞോന്ന് അറിയത്തില്ല. ഇംഗ്ലീഷ് ചാനലിലൊക്കെയാണ് ഇപ്പോൾ പോയി റിനി പറയുന്നത്, ഇൻ്റർവ്യൂ കൊടുത്തേക്കുന്നത്, ഈ കാര്യം രാഹുലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം സംസാരിക്കുന്നത്. കേരളത്തിലെ ഓരോ ചാനലുകൾ കൊടുത്തിട്ടൊന്നും നടപടി ഉണ്ടായിട്ടില്ല. റിനിക്ക് കല്ലേറും കൂക്കി വിളിയും അല്ലാതെ റിനിക്ക് ഒരു മനുഷ്യൻ പോലും റിനിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല. റിനി പറഞ്ഞ ആരോപണങ്ങളിൽ, അങ്ങനെയാണെങ്കിൽ റിനി പറഞ്ഞ ആരോപണങ്ങളിൽ അയാൾ തെളിവ് കൊണ്ടുവരണം. രാഹുൽ എനിക്ക് മോശമായിട്ടുള്ള മെസ്സേജ് അയച്ചു എന്നൊക്കെ പറഞ്ഞുള്ളൊരു ആരോപണമാണല്ലോ റിനി ഉന്നയിച്ചത്. എന്നിട്ട് ആ പൊടിയും തട്ടി പുള്ളിക്കാരി അങ്ങ് പോയി. അതിനുശേഷമാണ് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പം ഹരിയാരം കഴിക്കുന്ന ആളുകൾക്കൊക്കെ ഇത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെയൊക്കെ പുറകിൽ നടന്നിട്ടുള്ള കളികൾ. നല്ലൊരു രാഷ്ട്രീയ നേതാവ് വ്യക്തിപരമായിട്ട് പുള്ളിയുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നേരത്തെ വെച്ച് ന്യൂസ് കണ്ടല്ലോ. കോടതി എന്നുള്ള വിധി പരസ്പര സമ്മതത്തോടു കൂടി, പിന്നെ അതിനകത്ത് നമുക്ക് എന്ത് പറയാനാണ്. ഓക്കെ, എന്നാലും ഞാൻ റിനിയുടെ 1-2 വീഡിയോ കൂടെ ഞാൻ വെച്ച് തരാം, നിങ്ങളതും കൂടെ ഒന്ന് കണ്ടു നോക്ക്. അപ്പോൾ റിനിയുടെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ചില ആളുകൾ പറയും എനിക്ക് ഇവരെ കാണണ്ടെന്നൊക്കെയാണ് പല ആളുകളും കമൻറ്റ് ഇടുന്നത്. ഈ വീണ്ടും ഇങ്ങനെ ഇതിനെങ്ങനെ കൊണ്ട് കാണിക്കില്ല എന്നൊക്കെയാണ് പലരും കമൻറ്റ് ഇടുന്നത്. കാരണം അത്രയ്ക്ക് ജനങ്ങൾ വെറുത്തു പോയി, ഒന്ന് ആലോചിച്ച് നോക്കി. പോലീസ് ഈ ഒരു വിഷയത്തിൽ കേസെടുക്കാനുള്ള ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആരെങ്കിലും വിവരങ്ങൾ തേടിയാൽ അത്തരം വിവരങ്ങൾ കൈമാറുമോ പോലീസിന്? ഇപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇപ്പൊ ഒരു ഓണത്തിന്റെയൊക്കെ സമയമായി വരുവാണ്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ആഘോഷ സമയങ്ങളിലൊക്കെയാണ്. അതിന് ചാച്ചിയുടെ കയ്യിൽ വല്ല തെളിവുണ്ടായിട്ട് വേണ്ടേ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാൻ. രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി മീഡിയയുടെ മുമ്പിൽ ഓരോന്ന് വിളിച്ച് പറഞ്ഞിട്ട് ചാച്ചിക്ക് ഇപ്പൊ ഓണം ആഘോഷിച്ചുകൊണ്ട് നടക്കണം. ഇത്രയും നാൾ ഇങ്ങനെ ഒരു ചാച്ചി ഇവിടെയൊക്കെ ഉണ്ടായിരുന്നത് നമ്മളാരും കണ്ടിട്ടുമില്ല. ചാച്ചി ഏതൊക്കെ സിനിമയിൽ അഭിനയിച്ചെന്നും പറയുന്നു. ഏത് സിനിമയാണെന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും ചാച്ചിയുടെ ആവശ്യം ഫേമസ് ആവണമെന്നായിരുന്നു, അതിപ്പോ ആയിക്കിട്ടി. ഓക്കെ, ഇതാണ് തെളിവില്ല, പുള്ളിക്കാരിയുടെ തെളിവില്ല. ഉണ്ടെങ്കിൽ ഇത്രയും നാളായിട്ട് ഇത്രയും രാഹുലിനെതിരെ ഓരോ സംഭവങ്ങൾ സോഷ്യൽ മീഡിയയിലായാലും ഇത്രയും സൈബർ അറ്റാക്ക്, എനിക്കൊന്ന് റിനിയെക്കാളും ഏറ്റവും കൂടുതൽ ഇപ്പോഴും സൈബർ അറ്റാക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടമാണ്. അത് ഈ പറഞ്ഞിട്ടുള്ള രാഹുലിനെ സ്നേഹിക്കുന്ന ആളുകളുടെ അല്ല, ഈ പറഞ്ഞിട്ടുള്ള രാഹുൽ എന്നൊരു വ്യക്തിയെ തകർക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുടെ സൈബർ അറ്റാക്കാണ് നിരന്തരം ഇങ്ങനെ പുള്ളിക്ക് ഏറ്റുകൊണ്ടിരിക്കുന്നത്. പുള്ളി ഇടുന്ന പോസ്റ്റിൻ്റെ അടിയിലൊക്കെ കാണുന്ന കമൻറ്റുകളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള ഒരു നമ്മുടെ ശത്രുവിനെ പോലും ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇട്ട് വേദനിപ്പിക്കില്ലെന്നൊരു ഇത് പറയുമല്ലോ, ആ രീതിയിലുള്ള കമൻറ്റുകളാണ്. അപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോഴും സൈബർ അറ്റാക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു റിനി കാരണം സൈബർ അറ്റാക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന റിനിയല്ല,
രാഹുൽ എന്നൊരു വ്യക്തിയാണ്. റിനി പറയുന്നു റിനിയാണ് ഇപ്പോഴും സൈബർ അറ്റാക്ക് നേരിട്ടുണ്ടെങ്കിൽ റിനിയല്ല, രാഹുൽ എന്നൊരു വ്യക്തിയാണ്. അത് രാഹുലിൻ്റെ ഈ പറഞ്ഞിട്ടുള്ള രാഹുൽ ഇടുന്ന പോസ്റ്റുകളിലെ കമൻറ്റ് ബോക്സിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഒരു കൂട്ടം ആളുകൾ അതിനു വേണ്ടിയിട്ട് തന്നെ ഇറങ്ങി തിരിച്ചേക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഓക്കെ, എന്നുവെച്ചാൽ സാധാരണക്കാരല്ല, സാധാരണക്കാരായിട്ടുള്ള എല്ലാ ആളുകളും രാഹുലിനെ സപ്പോർട്ടാണ്. പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള രാഹുലിനെ തകർക്കണം, രാഹുൽ ഉണ്ടെങ്കിൽ ഈ പ്രസ്ഥാനം ഞങ്ങൾ ഭരണത്തിലേക്ക് വരാൻ നമുക്ക് സാധിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് പേടിക്കുന്ന ആളുകളുണ്ടല്ലോ, രാഹുലിനെ പേടിക്കുന്ന അങ്ങനെയുള്ള ആളുകളാണ് ഈ കമൻ്റ് ഇട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇനി റിനിയുടെ ഒരു ക്ലിപ്പും കൂടെ ഞാനിവിടെ വെച്ച് തരാം. റിനിക്കെതിരെ ഇപ്പോഴും ആക്രമണങ്ങൾ ഉണ്ടോ അതോ തീർന്നോ? തീർച്ചയായിട്ടും ഇപ്പോഴും ഞാൻ എന്തെങ്കിലും പോസ്റ്റ് ഇടുമ്പോഴൊക്കെ, പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും കൂടെയുള്ള പോസ്റ്റുകൾ ഇടുമ്പോഴൊക്കെ സൈബർ ആക്രമണങ്ങൾ നല്ലപോലെ നേരിടുന്നുണ്ട്. പക്ഷെ ഞാനതിനെ കാര്യമാക്കുന്നില്ല. കാരണം അങ്ങനെ കുറെ ആളുകളുണ്ട്. നമ്മൾ ഓരോ കാര്യം സീരിയസ് ആയിട്ട് എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരികളിൽ നിൽക്കുക എന്നുള്ളതാണ്. ഈ വിജയിച്ചതിന് ശേഷം മുഖ്യമന്ത്രിയെ കണ്ടിരുന്നോ? ഇല്ല, ഞാൻ ഇപ്പോ ഈ വേദിയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് കണ്ടിരുന്നു, അദ്ദേഹം എന്നെ കണ്ടിരുന്നു. അല്ലാതെ ഒന്ന് സംസാരിക്കാൻ അങ്ങനെ സാധിച്ചിട്ടില്ല. ഓക്കെ, ഇനി ഇന്ന് സംസാരിച്ചിട്ടേ പോകുന്നുള്ളൂ അതോ പിന്നീട് വഴിയെ കാണാനാണോ ഉദ്ദേശിക്കുന്നത്? ഇല്ല, അങ്ങനെ ഞാനൊന്നും തീരുമാനിച്ചില്ല. അതെ, ഞങ്ങളുടെ MLA ആയതുകൊണ്ട് എപ്പോ വേണമെങ്കിലും സംസാരിക്കാമല്ലോ. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ ഇന്ന് കാണാൻ ശ്രമിക്കും, അതല്ലെങ്കിൽ പിന്നീട് കാണും. അത് ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഞാൻ സത്യപ്രതിജ്ഞ കാണാനാണ് വന്നത്, അദ്ദേഹത്തെ കാണാനല്ല വന്നത്. അദ്ദേഹത്തോട് സംസാരിക്കാൻ എപ്പോ വേണമെങ്കിലും എന്റെ MLA ആണല്ലോ, അപ്പൊ അതൊരു വിഷയമല്ല. അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ കാണുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. താങ്ക് യു. ഇവിടെ വേദിയിലൊക്കെ വന്നപ്പോ പ്രവർത്തകരുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? റിനി എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പോയതിന് ശേഷം ഈ പറഞ്ഞിട്ടുള്ള VD സതീശനുമായിട്ടും മറ്റുള്ള നേതാക്കന്മാരുമായിട്ടൊക്കെ നിൽക്കുന്ന ഫോട്ടോ ഇട്ടതിൽ മാത്രമാണ് കമൻറ്റ് ബോക്സ് ഓണാക്കിയത്. ബാക്കി എല്ലാത്തിലും റിനി കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്കും ഒരു ധൈര്യം പോലും ഇല്ല. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെക്കുന്നത്? കമൻറ്റ് ബോക്സ് ഓണാക്കി വെക്കണം. ജനങ്ങളുടെ അഭിപ്രായം കാണും, മറ്റുള്ളവർ കാണും. എന്നെ വിലയിരുത്തുന്നത് എങ്ങനെയാണെന്ന് ഇങ്ങനെ അങ്ങനെ ഒരു രീതിയിൽ വിലയിരുത്തുന്നത് മറ്റുള്ളവർ കാണണ്ട എന്ന് കരുതിയിട്ടല്ലേ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെക്കുന്നത്. അതുമാത്രമല്ല, കമൻറ്റ് ബോക്സിൽ ജനങ്ങൾ ഇപ്പോഴും തെറി വിളിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം എന്താണ്? റിനി ഇപ്പോഴും തെളിവ് കൊടുത്തിട്ടില്ല. ചാനലിൻ്റെ മുമ്പിൽ വന്നിരുന്നിട്ട് ഒരാൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുക. അതിന് ശേഷമാണല്ലോ ഈ വിഷയം ആളിക്കത്തുന്നത് തന്നെ. ഒരാൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോഴത്തേക്ക് അതിന് തെളിവ് വേണം. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള തെളിവ് കാണിക്കണം, അതാണ് വേണ്ടത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞേക്കുന്നതെല്ലാം കള്ളമാണെന്ന് വന്ന് പറയണം, അതാണ് വേണ്ടുന്നത്. ഇതുവരെ തെളിവ് കാണിച്ചിട്ടില്ല. എനിക്ക് മോശമായിട്ടുള്ള മെസ്സേജ് അയച്ചു എന്ന് പറയുന്ന ആൾ ഇതുവരെ തെളിവ് കാണിച്ചിട്ടില്ല. ആ വ്യക്തിയുടെ പേര് പോലും പറഞ്ഞിട്ടില്ല. അതല്ലേ പിന്നെ എങ്ങനെ ജനങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിരുന്ന് ഇങ്ങനെ തെറി വിളിച്ച് ജനങ്ങൾ വായി വരുന്നത് പറയാതിരിക്കും? എന്താ അല്ലേ?